കാറ്റിൽ വീട് തകർന്ന നിർധന കുടുംബം വഴിയാധാരമായി. വഴിക്കടവ് കവളപ്പൊയ്കയിലെ ആനിപ്പുളിക്കുന്നിൽ ശാന്തയുടെ വീടാണ് മേൽക്കൂരയും ഭിത്തിയും ഉൾപ്പെടെ തകർന്നത്. ഇന്നലെ വൈകിട്ട് 5-നാണ് സംഭവം. ശാന്തയുടെ മരുമകൾ സ്മിതയും പേരക്കുട്ടികളായ ആദർശ്, ആദിഷ് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന ആദിഷിനും അടുത്ത് കൂട്ടിരിക്കുകയായിരുന്ന ആദർശിനും നിസ്സാര പരിക്കുണ്ട്. 15 വർഷം മുൻപ് സർക്കാർ സഹായധനം 40,000 രൂപ ലഭിച്ചതുപയോഗിച്ച് നിർമ്മിച്ച ഓടിട്ട വീട്ടിലാണ് കുടുംബം താമസിച്ചു വന്നിരുന്നത്. മേൽക്കൂര അറ്റകുറ്റപ്പണി സഹായധനത്തിന് കഴിഞ്ഞ 5 വർഷമായി പഞ്ചായത്തിൽ അപേക്ഷ നൽകുന്നുണ്ടെങ്കിലും ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. ആനിപ്പുളിക്കുന്ന ശാന്ത എന്ന അവരുടെ വീടാണിത്. ഈ വീട്ടിൽ ശാന്തയെ കൂടാതെ ശാന്തയുടെ മകൻ്റെ ഭാര്യ 3 കുട്ടികളാണ് താമസിക്കുന്നത്. ഇന്ന് ഈ വീട് കുറച്ച് മുമ്പ് തകർന്നിട്ട് ഈ ചെറിയ കുട്ടിയടക്കമുള്ള ആളുകളെല്ലാം വീടിൻ്റെ ഉള്ളിലായിരുന്നു. അവരുടെ മേത്ത് ഓടടക്കം വീണ് കുട്ടികൾക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത്. 10 കൊല്ലത്തോളമായി ഈ വീടിൻ്റെ റിപ്പയറിങ്ങിനും മറ്റുമായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു, വാർഡ് മെമ്പറിൻ്റെ അടുത്ത് അപേക്ഷ കൊടുക്കുന്നു. ഈ ശാന്തി അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് വാർഡ് മെമ്പറുടെ അടുത്ത് പോയി പറഞ്ഞ് നിരന്തരമായി അപേക്ഷ കൊടുക്കുന്നു. ആരും ഇതുവരെ വന്ന് ഗൗനിച്ചിട്ടില്ല. വാർഡ് മെമ്പറോട് പറയുമ്പോൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കുകയാണ്. 10 കൊല്ലത്തോളമായി നിരന്തരം അപേക്ഷ എടുക്കുന്നു. ഞങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട്, ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. ഒരു തരത്തിലുമുള്ള ഫണ്ടും ഇതേവരെ അനുവദിച്ചിട്ടില്ല. ഈ വീട് ഒന്ന് വന്ന് നോക്കാൻ പോലും, അപേക്ഷ കൊടുത്തിട്ട് വന്ന് നോക്കാൻ പോലും ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ വാർഡ് മെമ്പറോ തയ്യാറായിട്ടില്ല. ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ട് ഇവിടെ ഒരു 5 വീട് അപ്പുറത്താണ് വാർഡ് മെമ്പറുടെ വീട്. ഇതേവരെ വാർഡ് മെമ്പർ ഈ സംഭവം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. ഇത് തികഞ്ഞ ഒരു അനാസ്ഥയാണ്, പാവങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇനിയും ഇത്ര അനാസ്ഥകൾ പിന്തുടർന്ന് മുന്നോട്ട് പോയാൽ വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നത്. ജനങ്ങളെ അത്യന്തം അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അധികാരികളുടെ ഈ പോക്ക്. ഒരു തരം രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. വീട് തകർന്നതോടെ ഇപ്പോൾ സമീപത്തുള്ള ശാന്തയുടെ സഹോദരന്റെ വീട്ടിലേക്ക് കുടുംബം താമസം മാറി. വീട് പുനർനിർമ്മിക്കുവാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത കുടുംബം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം. സുഖകരമായ വിശ്രമത്തിന് AC and non-AC റൂം. ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ AC ഫാമിലി റെസ്റ്റോറന്റ്. മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ്, ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായ രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു. മാരേജ് റിസപ്ഷൻ, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് AC കോൺഫറൻസ് ഹാൾ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261 274 361 9496 401 160.